ഹലോ കൂട്ടുകാരെ, ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വന്നു കൂട്ടുകാരെ. മൈലാഞ്ചി ഇലയില്ലാതെ മൈലാഞ്ചി ഞാൻ ഉണ്ടാക്കുകയാണ് കൂട്ടുകാരെ. എൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാരും കാണണം കേട്ടോ. ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ കുറച്ച് പെരിഞ്ജീരകമാണ് ഇട്ടത്. 2 സ്പൂൺ പെരിഞ്ജീരകം ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ജീരകമുണ്ടല്ലേ, അതും 2 സ്പൂൺ ഇട്ടിട്ടുണ്ടേ. 2 സ്പൂൺ ജീരകമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2 സ്പൂൺ പഞ്ചസാര, 2 സ്പൂൺ പഞ്ചസാരയും ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാം കൂടെ എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് മിക്സിയിലിട്ട് പൊടിക്കണം കേട്ടോ കൂട്ടുകാരെ. എന്നിട്ട് പൊടിച്ചത് വീണ്ടും അത് പ്ലേറ്റിലോട്ട് ഇടണം. പ്ലേറ്റിൽ തട്ടിയിട്ടതിന് ശേഷം നമ്മൾ അതിനെല്ലാം കൂടെ ഒന്നായിട്ട് നല്ലതുപോലെ പെരവി എടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 സ്പൂണ് തേയിലപ്പൊടി ഇടണം കേട്ടോ. നല്ലതുപോലെ കൈ കൊണ്ട് പെരവി ഒന്നാക്കണം. ഒന്നാക്കിയതിന് ശേഷം നമ്മളൊരു കുക്കർ, നമ്മളെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടാത്ത കുക്കർ, പഴയ കളഞ്ഞ കുക്കർ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു കിണ്ണി, പഴയ കിണ്ണി, നമുക്ക് ഇത് തിരിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പാത്രം നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ വേണ്ടാത്ത പഴയ പാത്രങ്ങൾ. അപ്പോൾ ഞാൻ എടുത്തത് ഒരു കുക്കറാണേ. കുക്കർ എടുത്തിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ പഴയ ടൈലിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലേ, ആ കല്ലിൻ്റെ ഒരു കഷ്ണം എടുത്ത് കുക്കർ അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു ടൈലിൻ്റെ കല്ലെടുത്ത് നടുക്ക് വെക്കണം. വെച്ചതിന് ശേഷം ഈ പൊടിച്ചത് ഈ കുക്കറിൽ കല്ലിലാവാതെ ഇങ്ങനെ 4 സൈഡിലും പരത്തിയിടണം. കണ്ട, പരത്തി ഇട്ടതിന് ശേഷം നല്ലതുപോലെ പരത്തിയിടണം. എന്ന് വെച്ചാൽ എന്നാലേ നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നതിൻ്റെ നീര് വരത്തുള്ളൂ. പരത്തിയിട്ടതിന് ശേഷം ഈ കല്ലിൻ്റെ പുറത്ത് ഒരു കിണ്ണി വെച്ച് കൊടുക്കണം. ഇതിൻ്റെ നീരാണ് നമ്മൾ വരുന്നത്, നമുക്ക് മൈലാഞ്ചിയായി കിട്ടുന്നത്. ഇതിൻ്റെ നീരാവിയാവുന്നതാണ് നമുക്ക് മൈലാഞ്ചിയായി കിട്ടുന്നത്. അപ്പോഴൊരു കിണ്ണി വെച്ച് കൊടുക്കണം. കിണ്ണി വെച്ചതിന് ശേഷം മുകളിലൊരു പഴയ കളഞ്ഞ പാത്രമാണേ, ഒരു ചീനച്ചട്ടി. ഞങ്ങൾ അതിൻ്റെ മേളിലൊരു ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തത്, പഴയ ചീനച്ചട്ടി. അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ചീനച്ചട്ടിയുടെ മേളിൽ. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് കൊടുക്കണം. അത് സ്റ്റൗ കത്തിച്ച് നല്ലതുപോലെ ഈ വെള്ളം തിളയ്ക്കും. ചൂടായി വെള്ളം തിളച്ച് വന്ന് നല്ലതുപോലെ അത് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് വന്നതിന് ശേഷം അത് ഓഫ് ചെയ്തിട്ട് നമ്മളെ കയ്യിൽ ആവി അടിക്കും. നമ്മൾ പതുക്കെ ഇറക്കി വെച്ചതിന് ശേഷം ആ ഉരുവിയ വെള്ളം എടുത്തിട്ട് വേറൊരു പാത്രം എടുത്ത് അതിൽ കുറച്ച് മൈദപ്പൊടി ഇടണം. മൈദപ്പൊടി ഇട്ടതിന് ശേഷം അതിൽ നിന്ന് ഉരുവി വന്ന് ആ നീരാവി എടുത്ത് ഒഴിക്കുക. ആ ഉരുവി ഒന്ന് കണ്ട ഈ നീരെടുത്ത് ഒഴിക്കണം. ഒഴിച്ച് കുറച്ച് മൈദയിട്ട് കലക്കി എടുത്ത് നല്ലതുപോലെ കട്ടിയാക്കണം. മറ്റേത് കട്ടി കുറഞ്ഞ പാനിയാണ് കിട്ടിയത്. അതിന് ഇത് മൈദയിട്ട് കട്ടിയാക്കണം. അങ്ങനെ നമ്മൾ അത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കട്ടിയാക്കി എടുത്തുകൊണ്ടേയിരിക്കുന്നത് കണ്ട. നല്ലതുപോലെ ചേർക്കണം. മൈദയിട്ട് ചേർത്തെടുക്കണം. കുറച്ചേ കാണത്തുള്ളൂ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. എടുത്തതിന് ശേഷം വീണ്ടും ഇച്ചിരി മൈദ, ഇച്ചിരി നീരാവി എല്ലാം ഒഴിച്ചൊഴിച്ച് അങ്ങനെ അത് സെറ്റാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ട, നല്ലതുപോലെ കുറച്ച് മൈദയിട്ട് ഇളക്കി കൊണ്ടിരിക്കണം. അത് കഴിയുമ്പം ഈ കട്ടയെല്ലാം മാറുമ്പോഴത്തേക്ക് അതെടുത്ത് നമ്മളെ വിരലിലിടണം. വിരലിൽ നമ്മൾ രാത്രി ഇട്ടുകൊണ്ട് കിടന്നാൽ മതി. അപ്പം നല്ല ചുമക്കും. ഓക്കെ, ബായ്.